കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അങ്ങനെ കെ സുധാകരനെ രക്ഷിക്കാൻ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെ രംഗത്തിറങ്ങി. അടുത്തയാഴ്ചയോടെ സുധാകരനെ നീക്കാനുള്ള തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുറപ്പായതോടെയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സടകുടഞ്ഞെഴുന്നേറ്റ് കെ സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതോടെ കേരളത്തിലെ കോൺഗ്രസിലെ നേതൃമാറ്റം അനിശ്ചിതത്വത്തിൽ ആവുകയാണ്. കെ സുധാകരനെ മാറ്റുന്ന ഏത് നീക്കവും SNDP യോഗത്തെയും ഈഴവ സമുദായത്തെയും പ്രകോപിപ്പിക്കുമെന്ന് മനസ്സിലായ ഹൈക്കമാൻഡ് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ്. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പത്രസമ്മേളനം കിറുകൃത്യമായിരുന്നു. ഒരു കാരണവശാലും കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റരുത്. മാറ്റുന്നത് വലിയ തോതിൽ കോൺഗ്രസിന് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കും. ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു നേതാവിനെയാണ് നിങ്ങൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതെന്നും അത് കണ്ടുകൊണ്ടിരിക്കാനാവില്ലെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ഭംഗ്യാന്തരേണ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് പറഞ്ഞത്. എന്നുവച്ചാൽ കെ സുധാകരനെ മാറ്റിയാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിനുണ്ടാവുന്ന അനിഷ്ടവും എതിർപ്പും കോൺഗ്രസ് നേരിടേണ്ടി വരും. അങ്ങനെ നേരിട്ടാൽ 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കാര്യം UDFന്റെ കാര്യം അത്ര എളുപ്പമായിരിക്കില്ലെന്ന സൂചനയാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നൽകിയത്. ഇത്തരത്തിലൊരു നീക്കം യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഈ പാകിസ്ഥാനിലേക്ക് നടത്തിയ ആക്രമണത്തിന്റെ തിരക്കും സർവകക്ഷി യോഗത്തിന്റെ തിരക്കുമെല്ലാം കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒന്ന് ഫ്രീ ആകുമെന്നും അപ്പോൾ വീണ്ടും കേരളത്തിലെ നേതൃമാറ്റം അദ്ദേഹത്തിന്റെ മുൻപിൽ കൊണ്ടുവരാമെന്നുമാണ് കേരളത്തിലെ സുധാകര വിരുദ്ധർ കരുതിയത്. ഇത് മുൻകൂട്ടി കണ്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേയുള്ള എറിയായിരുന്നു ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പത്രസമ്മേളനം. ഈ പത്രസമ്മേളനത്തിൽ കെ സുധാകരനെ മാറ്റുന്നതിനെ കുറിച്ച് മാത്രമല്ല, കെ സുധാകരനെ മാറ്റിയാൽ പകരം വരാനിരിക്കുന്ന ആന്റോ ആന്റണിയെ അക്ഷരാർത്ഥത്തിൽ വെള്ളാപ്പള്ളി വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുകയായിരുന്നു. ആന്റോ ആന്റണി വലിയ ഒരു ആന്റോ ആന്റണിയുടെ കുടുംബവുമെല്ലാം സാമ്പത്തിക തട്ടിപ്പുകാരാണെന്നും സഹകരണ സംഘത്തിൽ നിന്നും പണം തട്ടിയെടുത്ത കാര്യമടക്കം വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയത്. ആന്റോ ആന്റണിയെ KPCC അധ്യക്ഷനായി വച്ചാൽ ഇനിയും താൻ ബോംബ് പൊട്ടിക്കുമെന്ന സൂചനയും വെള്ളാപ്പള്ളി നൽകി. ഇതോടെ കോൺഗ്രസ് ശരിക്കും ഭയന്നു. ഇനി എന്ത് ചെയ്യണമെന്ന ആശയക്കുഴപ്പത്തിലാണ് AICC നേതൃത്വവും കേരളത്തിലെ സുധാകര വിരുദ്ധരും. ഇനി സുധാകരനെ മാറ്റിക്കൊണ്ടുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇനി ഈഴവ സമുദായത്തിന്റെ പിന്തുണ കോൺഗ്രസിന് ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, ഇതോടെ ഭൂരിപക്ഷ ഹൈന്ദവ സമുദായത്തിന്റെ പിന്തുണയും കോൺഗ്രസിന് നഷ്ടപ്പെടും. കാരണം നായർ സമുദായം ഇപ്പോൾ ഏറെക്കുറെ കോൺഗ്രസിനെ കൈവിട്ട് കഴിഞ്ഞു. അവർ ഏതാണ്ട് 70-80% BJPയുടെ ഒപ്പമാണ്. ഇനി ഈഴവ സമുദായം കൂടി കോൺഗ്രസിനെ കൈവിട്ടാൽ പിന്നെ പ്രതീക്ഷിക്കാൻ ഒന്നും ഉണ്ടാകില്ലെന്നുള്ള അവസ്ഥയിലേക്ക് വരും. പ്രത്യേകിച്ച് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ ജില്ലകളിൽ വലിയ തിരിച്ചടിയായിരിക്കും കോൺഗ്രസ് വരുന്ന തെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പും സൂചനയുമാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നൽകിയത്. കെ സുധാകരനെ വരുന്ന തെരഞ്ഞെടുപ്പ് വരെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തേണ്ട അവസ്ഥയിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനുള്ള ഒരു മണിമുഴക്കമാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നും കേട്ടത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഹൈക്കമാൻഡ് വിരണ്ടു കഴിഞ്ഞു, കേരളത്തിലെ സുധാകര വിരുദ്ധരും വിരണ്ടു കഴിഞ്ഞു. എന്തിന്റെ പേരിൽ ഇനി സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന് ഹൈക്കമാൻഡിനെ വിശദീകരിക്കേണ്ടി വരും. സാധാരണഗതിയിലുള്ള നടപടിക്രമമായിട്ട് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും സങ്കീർണമായ ഒരു രാഷ്ട്രീയ വിവാദമായി മാറിയത്. അതോടുകൂടി ഏതായാലും ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനയോടും ഈ പത്രസമ്മേളനത്തോടും കൂടി സുധാകരൻ ഒന്നുകൂടി KPCC അധ്യക്ഷന്റെ കസേരയിൽ ഉറച്ചിരിക്കുകയാണ്.